നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിക്കാറുണ്ട്, തേനീച്ച നമുക്ക് തേൻ തരുന്നുവെന്ന്. പക്ഷേ തേനീച്ച ഒരിക്കലും തേൻ ഉണ്ടാക്കുന്നില്ല. തേനീച്ച പൂവിൽ നിന്നാണ് തേനെടുക്കുന്നത്. പൂവിൻ്റെ പ്രത്യേകത, ഒരു ദിവസത്തേക്ക് അതിനകത്ത് തേൻ നിൽക്കത്തുള്ളൂ, ഒറ്റ ദിവസത്തിൽ. എത്ര നല്ല പൂവാണെങ്കിലും ആ ഒരു ദിവസം പക്കിയോ പറവയോ തേനീച്ച എന്ത് വന്നെടുത്താലും എടുക്കും, വൈകുന്നേരമകത്തത് വാടിപ്പോകും. എന്നാൽ അതിൽ നിന്നെടുക്കുന്ന തേന് വർഷങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാലും കേടാകാത്ത നിലയിൽ അത് ഒരുക്കി തരുന്നത് തേനീച്ചയാണ്. ദൈവം അങ്ങനെ അതിനെ ക്രമീകരിച്ചേക്കുന്നത്. അതൊരിക്കലും തേൻ ഉണ്ടാക്കാറില്ലെങ്കിലും മറ്റുള്ളതിൽ നിന്ന് ലഭിക്കുന്ന തേൻ സമാഹരിച്ച് വർഷങ്ങളിലേക്ക് അത് നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുവാൻ, ഈ ചെറുതേനൊക്കെ ആണെങ്കിൽ 10-30 വർഷമായത് ആളുകളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്, അതിന് കേടാകാതെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ദൈവവചനം ഈ തേൻ തരുന്ന പൂവിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന തേനീച്ചയെ പോലെ നാം ഈ വചനത്തിനകത്ത് അടക്കം ചെയ്തിരിക്കുന്ന തേനിനേക്കാളും തേൻ കട്ടിയേക്കാളും അണ്ണാക്കിന് മധുരം നൽകുന്ന, പ്രൈസ് ദി ലോർഡ്, ഈ തേൻ ആസ്വദിക്കണം നമ്മൾ. ഞാൻ നിൻ്റെ വചനത്തിൽ രസിക്കുന്നു എന്നാണ് ഭക്തൻ പറഞ്ഞത്. ഓരോ ദൂതും കേൾക്കുമ്പോൾ അതിനകത്ത് രസിക്കണം. വചനം വായിക്കുമ്പോഴും അകത്തൊരു രസമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ നിറഞ്ഞ് തുളുമ്പി ആരാധിക്കാൻ കഴിയുന്ന നിലയിൽ വചനത്തിൻ്റെ വാതിലുകൾ ഓരോ ദിവസവും നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഞാൻ മുമ്പിലത്തെക്കാട്ടിലൊക്കെ കൂടുതൽ ഈ ലൈവുകൾ ആരംഭിച്ച ശേഷം ഒത്തിരി നേരം വചനം ധ്യാനിക്കാറുണ്ട്. കാരണം എല്ലാ ദിവസത്തെയും മെസ്സേജുകൾ എവിടെ പറഞ്ഞാലും അത് മറ്റ് ആയിരക്കണക്കിന് ആളുകൾ കാണുകയും അവരത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും പുതിയ ദൂതുകൾ വേണം. ഈ 10-ാം സങ്കീർത്തനം നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ചു ഇല്ലേ? ഇന്ന് വായിച്ചപ്പോൾ ആദ്യമായിട്ട് വായിച്ച പോലെ തോന്നിയില്ലേ? അതാ വചനത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ചെറുപ്പം മുതൽ 10-ാം സങ്കീർത്തനം വായിക്കുക, പക്ഷെ ഇന്ന് വായിച്ചപ്പോൾ ഒരിക്കലും വായിക്കാതെ ആദ്യമായിട്ട് വായിച്ച പോലെ തോന്നി. ഈ വചനം മാത്രം എന്നും പുതിയതാണ്. ഈ പുതിയ വചനം തരുന്നത് നിന്നെ ഒന്നുകൂടെ പുതുക്കിയെടുക്കാനായിട്ട്. ജീവിതത്തിലെ ആകമാനം ഓരോ നിമിഷവും പുതുക്കമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒത്തിരി കാര്യം പ്രസംഗിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. പെട്ടെന്ന് നമ്മുടെ സമയം അങ്ങ് തീരുകയാണ്. 11:30 വണ്ടിയെ പോകേണ്ടിവരുണ്ട്, 11:30 ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞവരൊക്കെ ഉണ്ട്. നമ്മുടെ സമയം 12 മണിയാണ്. എങ്കിലും ചിലരുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തുടങ്ങുന്നത് നമുക്ക് 9 മണിക്ക്. പക്ഷെ നമ്മുടെ ആളുകൾ ഓരോ ആഴ്ച കഴിയുമ്പോൾ അത് ചിലർ മറക്കുന്നുണ്ട്. 9 മണിയാണെന്നുള്ളത് മറന്ന് ഒക്കുന്ന പോലെ വരികയും ഒക്കുമ്പോൾ ആരാധിക്കുകയും ഒക്കുന്ന പോലെ പോവുകയൊക്കെ ചെയ്താൽ ഒരു കാര്യം ഞാൻ പറയാം, തമ്പുരാൻ ഒക്കുന്ന പോലെ അനുഗ്രഹിക്കും. ഇതെല്ലാം കർത്താവ് ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. വരുന്നതും പോകുന്നതും എല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ വന്നേ. ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ ഈ സഭയിൽ ഒരു ആരാധനയെ പങ്കെടുക്കാൻ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ലൈവിലുണ്ട്. ഇവിടെയുള്ള ഒരാൾ ഷാരൂരിൽ ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹം രാത്രി ഉറങ്ങാതെ ഇരുന്ന് ഈ ലൈവ് കാണുക. അവിടെ ഭയങ്കര രാത്രിയാണ്. ആ രാത്രി അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്ന് ഉറങ്ങാതിരുന്ന് ലൈവ് കണ്ടിട്ട് ഈ യോഗം കഴിയുന്നതിന് മുമ്പേ മെസ്സേജിനെ കുറിച്ചൊരു കമൻ്റ് ഇടും, ആരാധനയെക്കുറിച്ചൊരു കമൻ്റ് ഇടും. പാസ്റ്ററെ ഭയങ്കര അനുഗ്രഹമായിരുന്നു, ഞാനിവിടെ നിന്ന് എൻജോയ് ചെയ്യാമായിരുന്നു. നമുക്ക് ഉറങ്ങിത്തീരാത്തതുകൊണ്ടാണ് രാവിലെ ലേറ്റാകുന്നത്. അല്പസമയം ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാവിലെയൊക്കെ ആരാധനയ്ക്കായിട്ടൊന്ന് ഒരുങ്ങിക്കേ. എനിക്ക് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കണം എന്നൊരാഗ്രഹം നിനക്കുണ്ടാകുകയും നിന്റെ തലമുറകളിലേക്ക് ആഗ്രഹം പകരുകയും ചെയ്താൽ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമാണ്.
ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയും, മുടങ്ങിക്കിടക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിനക്ക് നിവർത്തിച്ചു തരാൻ ദൈവം റെഡിയാ. പക്ഷെ നീ അത് പ്രാപിക്കാൻ തയ്യാറായിട്ട് വേണം ഇന്ന് രാവിലെ വരാനായിട്ട്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം, ദൂരത്ത് നിൽക്കുക. ദൂരത്ത് നിൽക്കുക മാത്രം പ്രസംഗിക്കാനേ നമുക്ക് ഇന്ന് പകല് സമയമുള്ളൂ. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെ വായിക്കുമ്പോൾ, മക്കളെ ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ? മോളെ ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കേട്ടോ? ആ വാക്യം ഒന്ന് എടുത്ത്. ഏത് വാക്യ? സങ്കീർത്തനം 10 ഞാനത് കഴിഞ്ഞൊരു വാക്യം പറഞ്ഞു, അത് കേട്ടില്ല. ഏത് വാക്യം മോളെ പറഞ്ഞ്? മോള് കേട്ടില്ല, നിങ്ങളാരും കേട്ടില്ല. പ്രൈസലോ. കേട്ടോടെന്ന് പറഞ്ഞേ മക്കളെ. പുറകിലുള്ള ലൈൻകാർ കേട്ടോ? കേട്ടു, പറഞ്ഞു കൊടുത്തു ഇവരോട് ഉറക്കെ. പ്രൈസലോ. പിള്ളേരെല്ലാം വേറെ ലോകത്തിലാണ്. വചനം വിട്ട് ആരാധന വിട്ടൊക്കെ ഒത്തിരി അകലത്തിലാണ് പിള്ളേർ പോകുന്നത്. ദൂരത്ത് നിൽക്കുക. വായിച്ചാട്ടെ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ദൂരെ നിൽക്കുന്ന ദൈവത്തെ അടുപ്പിക്കാനുള്ള ഒറ്റ മാർഗം, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ ഏതൊരു പാപിക്കും ഏതൊരു മനുഷ്യനും ദൂരെ നിൽക്കുന്ന ദൈവത്തോടടുക്കാൻ ഒറ്റ മാധ്യമമേ ഉള്ളൂ. അതെന്താണ്? കാൽവറിയിൽ ഒഴുകിയിറങ്ങിയ യേശുവിൻ്റെ രക്തം. ഇന്ന് രാവിലെ എല്ലാവരും പറഞ്ഞേ ആ പദം. നിന്റെ വാ തുറന്ന് ഒന്ന് പറഞ്ഞേ, എന്നെ ദൈവത്തോടടുപ്പിച്ചത്, എന്നെ ദൈവകൃപയോട് അടുപ്പിച്ചത് എൻ്റെ കുടുംബശ്രേഷ്ഠതയൊന്നുമല്ല, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവർ അതരം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഇന്ന് രാവിലെ ദൈവത്തോടടുക്കാൻ നിന്റെ ഒരു യോഗ്യതയുമില്ല. ഒറ്റ യോഗ്യതയുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാണ്. ഹല്ലേലൂയ. ദൂരസ്ഥരായിരുന്ന നമ്മെ അങ്ങനെ ദൂരെ നിന്നപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ച ചോദ്യമാണ്, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? അന്ന് ദൈവം തീരുമാനിച്ചു ഇവനെ അടുപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പുത്രനെ യാഗം കൊടുത്താണെങ്കിലും ഞാൻ ഇവനെ എന്നോട് അടുപ്പിക്കും. ഇന്ന് പകൽ നീ ഒരു ഔദാര്യത്തിൽ വന്നിരുന്ന ദൈവത്തെ ആരാധിക്കരുത്. ദൈവ പൈതലെ, ദൂരസ്ഥരായ നിന്നെ സമീപസ്ഥനാക്കുവാൻ ഉയരത്തിൽ മടിയിൽ പ്രമോദിച്ചവനെ താഴെ കൊണ്ടുവന്ന് തകർത്ത് രക്തം മുഴുവൻ ഊറ്റിത്തന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങിയ ദൈവ സ്നേഹമോർത്ത് നിങ്ങൾ ഈ ദൂത് ഏറ്റെടുത്ത രാവിലെ സൗഖ്യമുണ്ട് കേട്ടോ. സൗഖ്യം, രക്തത്തിൽ നിന്നുള്ള സൗഖ്യം. ഇത് രാവിലെ യേശുവിന്റെ രക്തത്തിന്റെ വിടുതൽ നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുകയാണ്. ദൂരസ്ഥരായിരുന്ന നമ്മെ വായിച്ചു. അടുത്ത വാക്യം. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി ആക്കി സൃഷ്ടിപ്പാനും. സഭയ്ക്കകത്ത് വന്നേക്കുന്ന മുഴുവൻ പേരുടെ പേര് പുതുമനുഷ്യരെന്ന. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ക്രിസ്തുവിൻ്റെ രക്തത്താൽ
വീണ്ടെടുക്കപ്പെട്ട മുഴുവൻ ദൈവമക്കളും ആരാണ്? എല്ലാവരും പറഞ്ഞേ, പുതുമനുഷ്യരാണ്. നിന്റെ വായിലെ പാട്ട് പുതിയതാണ്, നിന്റെ ആരാധന പുതിയതാണ്. നിന്റെ ഹൃദയത്തിൽ പഴയതെല്ലാം കൂടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരുന്നാൽ നിനക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാവിലെ നീ പുതുക്കത്തോടെ ദൈവസല്ലായിരിക്കുന്നെങ്കിൽ പുതിയതൊന്ന് ദൈവം നിന്റെ പാത്രത്തിൽ നിറയ്ക്കാൻ. ഹല്ലേലൂയ. പുതിയ വീഞ്ഞ് ഇന്ന് രാവിലെ ഒരു പഴയ തുരുത്തിയിലും പകരല്ല. പകർന്നാൽ ഒരു കുഴപ്പമുണ്ട്. നീ വീട്ടിൽ ചെല്ലും മുമ്പേ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പേ ആ തുരുത്തി പൊളി. പ്രൈസ് ദി ലോർഡ്. പൊളിയാതിരിക്കണമെങ്കിൽ, നിന്റെ തുരുത്തി പൊളിയാതിരിക്കണമെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ തുരുത്തി ഒന്ന് പുതുക്കണം. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാം? പുതിയത് ചിലത് പ്രാപിക്കാൻ. ഹല്ലേലൂയ. ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ. സ്തോത്രം പറഞ്ഞേ. എത്ര പേര് ഇന്ന് രാവിലെ പുതിയ മനസ്സുമായിട്ടിരിപ്പുണ്ട്? എൻ്റെ മനസ്സ് കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാവിലെ ഒരു പുതിയ മനസ്സാണ്. എൻ്റെ അധരം ഒരു പുതിയ അധരമാണ്. എൻ്റെ ബ്രെയിൻ ഒരു പുതിയ ബ്രെയിനാണ്. എൻ്റെ ചിന്തകൾ ഒരു പുതിയ ചിന്തയാണ്. പഴയതിനെയെല്ലാം നീ ആട്ടിപ്പായിച്ചേ. നീ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൈ ബലഹീനമായതല്ല, പക്ഷെ ദൈവത്തിന് അടുക്കാൻ കഴിയാതെ ദൈവത്തെയും നിന്നെയും തമ്മിൽ അകത്തുന്ന ചില പഴയ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ പഴയതിനെ ആട്ടി പുറത്താക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. പൗലോസ് റോമാലേഖനത്തിൽ പറയാണ്, രണ്ടും കൂടെ ഒന്നിച്ചു പോത്തില്ല. ഏത് രണ്ടും? സാറ പറഞ്ഞുണ്ടായ ഇസ്മായേലും ദൈവം പറഞ്ഞു കൊടുത്ത ഇസഹാക്കും കൂടെ ഒന്നിച്ചൊരു വീട്ടിൽ പോത്തില്ല, ഒരു സഭയിലും പോത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇസ്മായേലിന്റെ പരിപാടി എന്തു? ആരാധനയ്ക്കെതിരെ കളിയാക്കുക. സാറ ഒരു സ്തോത്രം പറഞ്ഞാൽ ഇവൻ അവിടെ കളിയാക്കും. അബ്രഹാം ഒരു യാഗം കഴിച്ചാൽ ഇവൻ കളിയാക്കും. ഇവന്റെ പേര് തന്നെ പരിഹാസി എന്നാ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഒരു പരിഹാസി. ഇപ്പുറത്തെ എല്ലാ ആരാധന ചിരിച്ചോണ്ട് സ്വീകരിക്കുന്ന അനുസരണമുള്ള ചെറുക്കൻ. യാഗപീഠത്തെ കിടക്കണോ? കൈ കെട്ടിക്കോ, കയറ്റിക്കിടത്തിക്കോ, കഴുത്ത് വെട്ടിക്കോ എന്ന് പറയുന്ന ഒരു ഇസഹാക്ക്. എല്ലാത്തിനെയും പരിഹസിക്കുന്ന, കുറ്റം പറയുന്ന, വിമർശിക്കുന്ന ഒരു ഇസ്മായേല്. ദൈവം പറഞ്ഞ അബ്രഹാമേ പുറത്താക്ക്. പറഞ്ഞെല്ലാരും പുറത്താക്കെന്ന് പറ. കേട്ടില്ല? പുറത്താക്കണം. നിന്റെ അകത്ത് ഒരു ഇസ്മായേലിയ വ്യാപാരമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പകരാൻ തടസ്സമായ ഒരു ഇസ്മായേലിയ വ്യാപാരമുണ്ടെങ്കിൽ ആത്മാവിൽ പുറത്താക്ക്. എന്നിട്ട് ഇന്ന് രാവിലെ അനുസരിക്കുന്ന ഒരു ഇസഹാക്കിന്റെ ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് ചെയ്യണം? നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 18, 18-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആ ആ ആ അവിടെ രണ്ടുപേര് പ്രാർത്ഥിക്കുക. ഒരാൾ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു, ഒരാൾ അകന്നു നിന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ആള് പെന്തിക്കോസുകാരനാണ്. ഒന്ന് വായിച്ചോ മോളത്തെ വാക്യം. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ചു. ഈ റാന്നിയിൽ ഇനി എന്നെക്കാട്ടി നീതിമാൻ ആരും ഇല്ല, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ഒന്നാമത്തെ. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന വായിച്ചോ. രണ്ട് മനുഷ്യർ, ഒന്ന് അടുത്ത് നിൽക്കുന്ന മനുഷ്യനും രണ്ട് ദൂരത്ത് നിൽക്കുന്ന മനുഷ്യനും. വായിച്ചു. ആരോടാ പ്രാർത്ഥിച്ചേ? തന്നോട് തന്നെ. പ്രൈസ് ദി ലോർഡ്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ താരതമ്യ പഠനം നടക്കുക. താരതമ്യ പഠനം. തന്നെ തൂക്കിയിട്ട് കൂടെ ആരാധിക്കുന്നവനെ വിലയിരുത്തുക.
എന്താ വിലയിരുത്തുന്നത്? അവളെക്കാട്ടിലൊക്കെ ഏതായാലും ഞാൻ ഭേദവാ, അവനെക്കാട്ടും ഞാൻ നിശ്ചയമായിട്ടും നല്ലതാ. പ്രൈസലോ. അവൻ പോക്ക് തന്നെ കൊണ്ട് വിലയിരുത്തിയിട്ട് മറ്റോനെ പറയണം, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ശേഷം ഞങ്ങളുടെ കൂടെ ആരാധിക്കുന്ന ആരെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തും. അടുത്ത വാക്യം. ചിലർ ഉപവസിക്കുന്ന ലോകത്തിൽ ആരും അറിയത്തില്ല. ദൈവത്തിനും അവനുമല്ലാതെ ഈ ഉപവാസം ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷെ ഇവൻ പരസ്യമായിട്ട് വന്ന് പറയാണ്, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിനെല്ലാം പസാരം കൊടുക്കുന്നു. ആ ആ ആ മാറത്തടിച്ച് ഇന്ന് നോക്കിക്കുക, നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചേ. ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് അവനൊരു കാര്യം അറിയാം, ഞാൻ അടുക്കാൻ കൊള്ളാത്തവനാണ്. ദൈവം പരിശുദ്ധൻ. സ്തോത്രം പറഞ്ഞേ. ഞാൻ അശുദ്ധൻ. ഹലോ. പരിശുദ്ധനായ ദൈവം ദൂരെ നിൽക്കുന്നു, അശുദ്ധനായ ഞാൻ ദൂരത്ത് നിൽക്കുന്നു. എനിക്ക് അടുക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് അവൻ ആദി സകല അശുദ്ധിയുടെ ഉറവിടമായ മാറത്തൊരടി ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. സകല അകൃത്യങ്ങൾ ഉളവാകുന്ന എവിടാ? അതുകൊണ്ട് ആ സഭാപ്രസംഗി പറഞ്ഞു, നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചോണം. നീ മറ്റൊന്നും സൂക്ഷിച്ചില്ലേലും ഹൃദയം സൂക്ഷിച്ചോണം. അകത്തേക്ക് പോകുന്നത് ഒന്നുമല്ല നിന്നെ അശുദ്ധമാക്കുന്നത്, നിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത് അശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ നന്നായി സൂക്ഷിച്ചോണം. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, നിന്റെ ഹൃദയം എനിക്കിതാ. പ്രൈസ് ദി ലോർഡ്. ഞാനതിൽ ഇറങ്ങി ഒന്ന് വസിക്കട്ടെ. ഈ ഭക്തൻ ദൂരത്ത് നിന്ന് പറഞ്ഞു, ദൈവമുഖത്തേക്ക് നോക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ മാറത്തടിച്ചു. എന്താ നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചേ? ദൈവമേ. മറ്റോൻ ആരോടാ പ്രാർത്ഥിച്ചേ? ഇവൻ ആരോടാ പ്രാർത്ഥിച്ചേ? ദൈവത്തോട്. സ്വത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ വന്നിട്ട് പ്രാർത്ഥന ദൈവത്തോടായിരിക്കണം കേട്ടോ. അവൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു, ഇവൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ. ഒന്ന് വിളിച്ചേ, എല്ലാവരും ഒന്ന് വിളിച്ചേന്നേ. അയ്യോ, സ്വർഗം ഒന്ന് കേക്കട്ടെ. ദൈവമേ ഒന്ന് വിളിച്ചേ. ഞങ്ങളുടെ ടിൻസിയുടെ കൊച്ചും ഡിങ്കിളിൻ്റെ കൊച്ചും ഒക്കെ ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ ഈ കൊണ്ടത്തേരും ഞാൻ തിരക്കാളിലും മേടിച്ച് ഞാൻ പറയാം, അപ്പച്ചാന്നൊന്ന് വിളിച്ചേ. ഉടനെ പിള്ളേർ അപ്പച്ചാന്ന് വിളിക്കും. ഇവിടെ സൂസമ്മ പറയും അമ്മച്ചിന്ന് വിളിച്ച്. ഉടനെ അമ്മച്ചിന്ന്. ഞങ്ങൾക്ക് അത്രയും കേട്ടാൽ മതി, ഭയങ്കര സന്തോഷമാണ്. അപ്പം ദൂരെ ഇരിക്കുന്ന അങ്ങ് കാനഡയിലും ഓസ്ട്രേലിയയിലുള്ള പിള്ളേർ അപ്പച്ച അമ്മച്ചിന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിക്ക് എന്താ? അങ്ങനെയാണ് നിൻ്റെ തമ്പുരാൻ ആഗ്രഹമാത്. നീ ഇങ്ങനെ രാവിലെ വന്ന് ഉറങ്ങി തുറങ്ങി വായും പൊളിച്ചിരിക്കാതെ നിന്റെ അപ്പനെ ഒന്ന് വിളിച്ചേ. അല്ല, ഈ മനുഷ്യൻ വിളിച്ചു, ദൈവമേ ഒന്ന് വിളിച്ചേ രാവിലെ. അവൻ വിളി കേൾക്കുന്നവനാ, വിളി കേൾക്കുന്നവനാ, വിളിക്കുന്നിടത്ത് ഉത്തരമരുളുന്നവനാ. ഹല്ലേലൂയ. ഇവൻ ഒറ്റ വിളി, ദൈവമേ. ആ വിളി നമ്മളാരും വിളിക്കുമല്ല, മാറത്തടിച്ചുള്ള വിളിയല്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ. അടുത്ത വാക്യം. ഇന്ന് രാവിലെ ആരാധന കഴിഞ്ഞ് ആരൊക്കെ ഈ പടി ഇറങ്ങിയാലും നീതീകരിക്കപ്പെട്ടു പൊക്കോണം. നീതീകരിക്കാൻ പീസിച്ചറിയാൻ കഴിയത്തില്ല. നീതീകരിക്കാൻ കഴിയുന്ന ഒരു രക്തം ഇവിടെയുണ്ട്. അത് നിന്നെ ദൈവത്തോട് അടുപ്പിച്ച യേശുവിന്റെ രക്തമാ. ഏറ്റെടുക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നീതീകരിക്കപ്പെട്ടവനായി ആരാധന കഴിഞ്ഞ് മടങ്ങി. ചിലർ ദൂരത്ത് നിന്നാലും ദൈവത്തെ കാണത്തില്ല. 16-ാം അധ്യായം ലൂക്കോസ് വായിച്ച് 23-ാമത്തെ വാക്യം. 16:23. നോക്കി, ഇപ്പോഴും അവൻ ആരെയാ കാണുന്നേ? ദൂരത്ത് നിന്നുകൊണ്ട് അബ്രഹാമിനെ കണ്ടു. ഇപ്പോഴും അവൻ ആരെ കാണുന്നില്ല? ദൈവത്തെ കാണുന്നില്ല. എല്ലാവരും ഇവിടെ ഉണ്ടോ?
എടാ, ഈ അധമപാതാളത്തിൽ കിടക്കുമ്പോഴെങ്കിലും ആരെ കാണണം? ദൈവത്തെ കാണണം. ഇവൻ അവിടെ കിടന്നുകൊണ്ട് ആരെയാ കണ്ടേ? ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിരിക്കുന്ന, ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നിട്ട് കണ്ണടച്ചപ്പം ദൂരത്ത് നിൽക്കുന്ന അല്ലെ സമീപത്ത് നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് എത്ര പേര് ഇവിടെ വന്നിരിപ്പുണ്ട്? ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പാടുന്ന മനോഹരമായ നിരവധി പാട്ടുകൾ എഴുതിയ ഭക്തനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ തൻ്റെ അടുക്കൽ നമ്മൾ പാടുന്ന ഒത്തിരി പാട്ടുകൾ, വന്ദനം യേശുപര എന്നുള്ള പാട്ട്, പിന്നെ ഈ അന്ത്യം വരെയും എന്നെ കാവൽ, കല്യാണത്തിനൊക്കെ പാടി ഇറങ്ങുന്ന പാട്ട്, ഇതൊക്കെ പാടിയ ഭക്തനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ തൻ്റെ അനുജൻ തന്നെ കാണാൻ വേണ്ടി ചെന്ന് തൻ്റെ കട്ടിലേൽ പോയി ഇരുന്ന് അച്ചായ ഞാൻ വന്നു, അച്ചാനെ കാണാൻ. ഉടനെ പറഞ്ഞു, മോൻ എഴുന്നേറ്റേ. അവൻ ചോദിച്ചാൽ എഴുന്നേക്ക്, എഴുന്നേറ്റു. നീ കണ്ടില്ലേ എൻ്റെ ചുറ്റും ഇങ്ങനെ ദൂതന്മാരിങ്ങനെ നിൽക്കുക, എൻ്റെ കട്ടിലെ ദൂതന്മാരിരിക്കുക, നീ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുക, നീ കൊണ്ട് ആ ബെഞ്ചേ പോയിരിക്കുക എന്ന് പറഞ്ഞ് ഒരു കൊച്ചു 4 അടി 3 അടി വീതിയുള്ള കൊച്ചൊരു കയറ് കെട്ടി കട്ടിലേൽ ആ മനുഷ്യൻ കിടക്കുമ്പോൾ ഈ വന്ന അനിയനെ കട്ടിലിൽ നിന്ന് പുള്ളി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു അവിടെ പോയിരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് പുള്ളി ആ കിടപ്പി പാടിയ പാട്ടാ, ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അല്ലെങ്കിൽ ആ ഭക്തൻ മരണക്കിടക്കയിലും കാണുന്നത് പോത്തിൻ്റെ പുറത്ത് വരുന്ന കാലം കയറും കൊണ്ട് വരുന്ന ഒന്നുമല്ല കണ്ടേ, താൻ ദൂതനെ കണ്ടുകൊണ്ട് കിടക്കുക. ആരാധനയ്ക്ക് വന്നിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന നിന്നെ ഇന്ന് പകൽക്കാലം ആ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ എത്ര പേര് രാവിലെ ഏറ്റെടുക്കുന്നുണ്ട്? കർത്താവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്തെന്ന് ഭക്തൻ ചോദിച്ചെങ്കിൽ അടുത്തു വരുന്നൊരു ദൈവം നമുക്കുണ്ട്. ഇവൻ ദൂരത്ത് നിന്നുകൊണ്ട് കണ്ടത് അബ്രഹാമിനെ. പക്ഷെ അബ്രഹാം ദൂരത്ത് നിന്ന് കണ്ടത് എന്തോ? എബ്രായ ലേഖനം വായിച്ച് 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൂരത്ത് നിന്ന് അത് കണ്ടു. എന്താ കണ്ടേ? 10-ാമത്തെ വാക്യം. അബ്രഹാം കണ്ടത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം കണ്ടു. അഭിവന്ദിച്ചു. ആരാധനയ്ക്ക് വന്ന് ആരാധിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ചിലത് നീ ദൈവാത്മാവിൽ കാണണം. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ചെറുക്കൻ്റെ കഴുത്തെ കത്തി വെക്കാൻ തുടങ്ങുമ്പോൾ അപ്പം കണ്ടത് ചെറുക്കൻ്റെ കഴുത്തല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം കണ്ടെങ്കിൽ നീ പ്രശ്നങ്ങളെ നോക്കി നിൽക്കല്ല, പ്രതിസന്ധിയെ നോക്കി നിൽക്കല്ല, പ്രതികൂലത്തെ കണ്ട് നിൽക്കല്ല. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതായ ചിലതിനെ ദൂരമേ കാണുവാൻ ചേർന്ന കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ പിതാക്കന്മാർ കണ്ടത് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളൊരു നഗരത്തെ കണ്ടു. ഈ ആരാധനയ്ക്ക് പോകുമ്പോഴെല്ലാം നമ്മൾ കാണേണ്ടത് ആരാധനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അബ്രഹാമിനെ കുറിച്ച് വായിച്ചു പോയല്ലോ, അതുകൊണ്ട് അബ്രഹാമിൻ്റെ പുസ്തകം തന്നെ ഒന്നെടുത്ത് 22-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച 4-ാമത്തെ വാക്യം. മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന്. ഏത് സ്ഥലം? നിന്റെ ഏകജാതനെ എനിക്ക് യാഗമാക്കണമെന്ന് പറഞ്ഞ് ദൈവം കൽപ്പിച്ചാക്കിയ ഒരു സ്ഥലമുണ്ട്. വീട്ടിൽ നിന്ന് വിറക് കീറിക്കെട്ടി എടുത്ത അപ്പൻ മോൻ്റെ കൈക്ക് പിടിച്ച് യാത്രയായി. 1-ാമത്തെ ദിവസം അപ്പൻ നടന്നു പോകുകയാ. എന്താ അപ്പൻ നോക്കുന്നേ? ദൈവം കൽപ്പിച്ച സ്ഥലം. ചെറുക്കൻ എന്തോ നോക്കുന്നേ? അപ്പൻ്റെ കയ്യിൽ ആടില്ലെന്നുള്ള. രണ്ടുപേരും ആരാധിക്കുമോ? ചെറുക്കൻ നോക്കുന്ന അപ്പൻ്റെ കയ്യിൽ ആടില്ല, അപ്പൻ നോക്കുന്നത് സ്ഥലം എവിടാന്നാ. 1-ാമത്തെ ദിവസം സന്ധ്യയായി, ഉഷസായി.
രണ്ടാം ദിവസം രാവിലെ തൊട്ട് അപ്പം നോക്കുന്ന എന്തുവാ? 122 വയസ്സുള്ള മനുഷ്യനാ. ഈ മനുഷ്യൻ രാവിലെ തൊട്ട് നോക്കുക. എന്താ നോക്കുന്നേ? യാഗം കഴിക്കാനുള്ള സ്ഥലം എവിടാ? രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഒന്നും കണ്ടില്ല. മൂന്നാമത്തെ ദിവസമായി. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലം? പറഞ്ഞേ, കേട്ടില്ല. മോന് പകരം ആട്ടുംകുട്ടി നിൽക്കുന്ന സ്ഥലം. ഇച്ചിരി ആലോചിച്ച് സ്വത്രം പറയണം. നമ്മൾ നോക്കിപ്പോന്നെ ഹോൾ എവിടാന്ന? അബ്രഹാം നോക്കിയത് ചെറുക്കനെ യാഗം കഴിക്കാൻ പറഞ്ഞേക്കുവാ. അവൻ നോക്കിപ്പോകുന്നത് ആ സ്ഥലം. ഏത് സ്ഥലം? ആട്ടുംകുട്ടി കൊമ്പ് കുരുങ്ങി കിടക്കുന്ന സ്ഥലം. ഇന്ന് രാവിലെ ഞാൻ അർപ്പിക്കപ്പെടുന്നതിന്റെ മറുപടി എനിക്കൊരുക്കിയ സ്ഥലം ഏതെന്ന് കാണുവാൻ അവൻ ദൂരത്തു നിന്ന് നോക്കിയെങ്കിൽ ഈ ആരാധനയിൽ നിന്റെ വിടുതൽ വെളിപ്പെട്ടൊരു സ്ഥലമുണ്ട്. ആത്മാവിൽ അത് കാണുവാൻ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. ദൂരവേ നോക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാധിച്ച് മുഴങ്കാലും അടുത്ത കൈകുഴഞ്ഞ എബ്രായ ജനത്തിന്റെ മുമ്പിൽ എബ്രായ സഭയെ നോക്കി. അവരുടെ കൈ എന്ത് ചെയ്തു? കുഴഞ്ഞു. കാലെന്ത് ചെയ്തു? എബ്രാഹിമിന്റെ കല്ലേ പറഞ്ഞേക്കുന്നേ. അവരുടെ കൈയും കുഴഞ്ഞു, അവരുടെ കാലും കുഴഞ്ഞു. കുഴഞ്ഞവരുടെ മുമ്പിൽ ഭക്തൻ ഒരാളെ ഉയർത്തുകയാണ്. ആരെ? ആരാധനയ്ക്ക് പോയി മറുപടി നിൽക്കുന്ന സ്ഥലം ദൂരെ നിന്നുകൊണ്ട് അത് കണ്ടു. ഇന്ന് രാവിലെ മറുപടി ആരെങ്കിലും കണ്ടോ? നിന്റെ കൊച്ചിന് പകരം നിൽക്കുന്ന ആട്ടുംകുട്ടിയെ കണ്ടോ? നിന്റെ വഴി തുറക്കുന്നത് കണ്ടോ? ആരാധനയ്ക്ക് വന്ന് എന്തേലും കണ്ടു നീ പോകരുത്. ഇന്ന് രാവിലെ ദൂരവേ നിന്നുകൊണ്ട് ആ സ്ഥലം കണ്ടെങ്കിൽ ആത്മാവി രാവിലെ പറയുന്നു, ചില മറുപടികൾ അല്പം ദൂരെയെങ്കിലും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എന്റെ ചിന്ത പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇസഹാക്കിന്റെ കരുത്തെ കത്തി വെക്കാനായിട്ട് വാളോങ്ങി പുറകെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തിനെ കണ്ടു? ആടിനെ കണ്ടു. വീട്ടിൽ നിന്ന് ഇസഹാക്ക് ഇറങ്ങിയപ്പോഴേ ഇവിടെ ആടിനെ റെഡിയാ. പക്ഷെ അത് കാണണേ നീ ഇങ്ങനെ 9:45 വന്നിട്ട് 10:15 വരെ ഉറങ്ങിയിട്ട് പോയാൽ കാണത്തില്ല. നീ ഒന്ന് നോക്കി ഇറങ്ങിക്കുക. ഇന്ന് രാവിലെ ദൂരത്ത് മറുപടി നിപ്പുണ്ട്. ആരോടൊക്കെ പറയുന്നു, ദൂരത്ത് ചില മറുപടി നിപ്പുണ്ട്. ഒന്ന് കാണാൻ ആത്മീയ കണ്ണ് തുറന്ന് ഇന്ന് രാവിലെ ആ മറുപടി ഒരുക്കി വെച്ചിരി ഒന്ന് കാണാൻ. നമ്മളെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ ഒരു പെങ്ങള് നിൽക്കുക ദൂരത്ത്. നോക്കിയേ, ആ ആ ആ ആ ആ ആ അതിൻ്റെ മുകളിൽ മിരിയാം. എത്രാമത്തെ വാക്യ? 4-ാമത്തെ വാക്യം. വായിച്ച്. ആ പ്രൈസ് ദി ലോർഡ്. ഇനി എന്തോ ഭവിക്കാനാ? ഇവിടെ നോക്കി, ഈ കൊച്ചനെ കൊണ്ട് നൈൽ നദിയിൽ ഇട്ടതാരാ? അമ്മയും പെങ്ങളും കൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഞാങ്ങണയുടെ ഇടയിൽ മനുഷ്യജീവനുകളെ പച്ചയ്ക്ക് തിന്നുന്ന ദുഷ്ടജന്തു ഉണ്ടെന്ന് ഇവർക്കറിയാം. കൊണ്ടയിട്ടിട്ട് പിന്നെ ദുഷ്ടജന്തു പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപസിച്ചിട്ട് കാര്യമുണ്ടോ? കൊണ്ടിട്ടതാരാ? ഇവർ തന്നെയാണ്. എന്നിട്ട് ഇട്ടേച്ച് ദൂരത്ത് നിൽക്കുക. കൈയും കാലും ഇട്ടടിക്കാൻ കഴിവില്ലാത്ത 3 മാസമായ കുഞ്ഞിനെ കൊണ്ടിട്ടിട്ട് ഇവരെന്ത് ചെയ്യാണ്? ദൂരത്ത് നിൽക്കുക. ദൂരത്ത് നിൽക്കുന്ന എന്തിനാ? ഇന്ന് രാവിലെ ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. നീ കൃപയിലോട്ട് പോകുന്ന കാലം മുതൽ
നീ വെള്ളത്തിൽ ഇറങ്ങിയത് മുതൽ എന്ത് ഭവിക്കുമെന്ന് കാണാൻ ദൂരത്ത് നിൽക്കുന്ന ചില ബന്ധങ്ങളുണ്ട്, ദൂരത്ത് നിൽക്കുന്ന ചില സ്വന്തങ്ങളുണ്ട്. നിന്റെ തകർച്ച കാണാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ മടങ്ങി വരവ് കാണാൻ, നിന്റെ ആരാധന കൊണ്ട് നന്മ ഉണ്ടാകാതിരിക്കുന്നത് കാണാൻ ദൂരത്ത് നിൽക്കുന്ന ബന്ധങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ദൂത് പറയട്ടെ. ബന്ധങ്ങൾ തകർക്കാൻ കൊണ്ടിട്ടേച്ച് ദൂരെ മാറി നിൽക്കുമ്പോൾ കൽപ്പന കൊടുത്തവൻ്റെ മോൾ ഇറങ്ങി വരിക. അവൾ അടുത്തു വന്നു. അവൾ പെട്ടകമെടുത്തു, പെട്ടകം തുറന്നു. പൈതലിനെ കണ്ടപ്പം അലിവ് തോന്നി. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് പകൽ തകർച്ച കാണാൻ ഒരു പറ്റം നോക്കി നിൽക്കുമ്പോൾ അടുത്തു വരുത്തി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണാൻ ബന്ധങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ ബന്ധങ്ങളുടെ ഒരു ഗുണം ഞാൻ പറയാം. ഉൽപ്പത്തി 37:18 വായിച്ച് ബന്ധങ്ങളുടെ ഗുണം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇതാരായി? അവര് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന, ഒരപ്പന് പിറന്ന 10 സഹോദരന്മാര് പ്രാർത്ഥിക്കുന്ന അല്പസ്വപ്നവും വെളിപ്പാടും വ്യാഖ്യാനമുള്ള ചെറുക്കനെ ദൂരെ നിന്ന് വരുക. എന്തിനു വരുക? അവൻ ഈ 10 പേർക്ക് ആഹാരം കൊടുക്കാൻ വരിക. സ്തോത്രം. ഈ 10 പേരുടെ ആഹാരവുമായിട്ട് വരുന്നതിനെ ഇവർ ദൂരത്ത് നിന്ന് കണ്ടു. ഇന്ന് രാവിലെ എന്തോ എനിക്കറിയത്തില്ല, ദൂരത്ത് നിന്ന് ചിലർ നിന്നെ വീക്ഷിക്കുന്നുണ്ട്. അവർ നോക്കുന്നത് നീ കാണുന്നില്ല. നീ ഇങ്ങനെ ഒന്നും അറിയാതെ അപ്പക്കോട്ടയം വെച്ചുകൊണ്ട് സ്വോത്രം പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ നീ വരുന്നതെല്ലാം ദൂരത്ത് നിന്ന് ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് എത്രമാത്രം അകലെ എന്നറിയത്തില്ല. അവർക്ക് കേൾക്കേണ്ട ചില വാർത്തകളുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, നിന്റെ വിശേഷ വസ്ത്രം അഴിയണം. എന്താ നിന്റെ വിശേഷ വസ്ത്രം? രക്ഷയുടെ ഉല്ലാസ വസ്ത്രമാ. അത് അഴിഞ്ഞു കാണാൻ കൊതിക്കുന്ന ചില ദൂരത്ത് നിൽപ്പുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് പൈതലേ, യെരൂശലേമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ യെരിഹോവിൽ ചില ഗൂഢാലോചന നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? വരുന്നവന്റെ വസ്ത്രം അഴിക്കണം, അവനെ ആഴത്തി മുറിവേൽപ്പിക്കണം, അവന്റെ നന്മ കവർന്നെടുക്കണം, അവനെ വഴിത്തലയ്ക്ക് അർത്ഥപ്രാണനായി ഇടണം എന്ന് വിചാരിക്കുന്ന ദൂരമേ നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ ഇന്ന് ദൈവാത്മാവ് കാണുമ്പോൾ നീ മൗനമായിരിക്കാതെ ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ദൂരത്ത് നിന്നുകൊണ്ട് അവർ അവനെ കണ്ടു. അവരൊരു കാര്യം തീരുമാനിച്ചു. വായിച്ചു. അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ, അവന് വിരോധമായി ദൂരത്ത് നിന്നുകൊണ്ട് അടുത്തു വരും മുമ്പേ കൊല്ലേണ്ടതിനായി ദുരാലോചന കഴിക്കുന്നൊരു വ്യാപാരം. നമ്മുടെ ഈ ഈട്ടിച്ചോട്ടിലെ 2 കണ്ണിന് കാഴ്ചയില്ലാത്ത സാറമ്മാമ 21 ദിവസം ഉപവാസിരിക്കുമ്പോൾ അവരുടെ സഭയിൽ തന്നെ പാസ്റ്റർ നമ്മുടെ ഒരു മീറ്റിങ്ങിന് ഇവിടെ ഞാൻ കൊണ്ടുവന്നതാണ്. ആ ദൈവദാസൻ പറഞ്ഞ്, സാറമ്മാമ്മ പേടിക്കരുത്, ഞാൻ ഒരു ദൂത് പറയാൻ പോവുകയാണ്. അമ്മാമ്മയെ ആംബുലൻസിൽ ശവപ്പെട്ടി കയറ്റിക്കൊണ്ടിരുന്നൊരു കാഴ്ച ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. അവരുടെ സഭയിൽ തന്നെ ദൈവദാസനെ പറഞ്ഞു. പേടിക്കലെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ആ 2 കണ്ണ് അവർ കാണത്തില്ല. രാത്രിയും പകലിരുന്ന് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. സ്തോത്രം. ഇത് കേട്ട ജനമെല്ലാം കൂടെ ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിച്ചെന്നെ വിടുതൽ പറയാൻ പോവാം. ചെത്തോങ്കരെ വന്നിട്ട് വലിയ പറയപ്പടിക്ക് കൂടെ അങ്ങോട്ട് പോകണ്ടേ അമ്മാമ്മ, ചെത്തോങ്കര ഇങ്ങോട്ട് വന്നു. അതിനെക്കാട്ടി എളുപ്പം ചെല്ലൈക്കാവിടെ പോകുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം.
അങ്ങനെ പോകേണ്ട വണ്ടിയാണ് ഇങ്ങനെ വന്നു. നമ്മുടെ മാടത്തമ്പടിക്ക് വെച്ചൊരു ട്രാൻസ്പോർട്ട് വന്നിടിച്ച് വണ്ടി അങ്ങ് തകർത്ത് ഡ്രൈവർക്ക് ഗുരുതരമായ പേർക്ക്, ഈ അമ്മാമ്മയുടെ കൈ ഒടിഞ്ഞു, വാരിയലൊടിഞ്ഞു, തലയ്ക്ക് 16 കുത്തിക്കെട്ട്, എല്ലാം മുറിവായി. പക്ഷേ മരണത്തിന് ഏൽപ്പിച്ചില്ല. ദൂത് പെട്ടിക്കകത്ത് ആംബുലൻസെ കൊണ്ടിരുന്നു. പക്ഷെ എന്നേരം ആരാധിച്ചത് കൊണ്ട് അത് സംഭവിച്ചില്ല. വിടുതൽ ദൈവം കൊടുത്തു. ഒരു സ്തോത്രം പറയണം. ഇന്നിപ്പോൾ ദൂത് പറയുന്നത് ദൂരത്ത് നിന്നുകൊണ്ട് നിന്നെ കൊല്ലേണ്ടതിന് നോക്കി നിൽക്കുന്ന ചില സഹോദര വർഗങ്ങൾ, ഹല്ലേലൂയ, അവൻ അതിൻ്റെ പദ്ധതികൾ കരുക്കൾ ഒരുക്കുകയാണ്. ആരോടോ ദൈവാത്മ ഇടപെടുകയാണ്. ഇവിടെ ഇതിനകത്താണോ ദൂരത്താണോ ലൈവിലാണോ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ദൂരത്തു നിന്നുകൊണ്ട് വരുന്നതിന് മുമ്പേ ഒടുക്കിക്കളയാൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തൊന്ന് ആരാധിച്ച് ഹല്ലേലൂയ. നിന്റെ കൺവെട്ടത്ത് വെളിപ്പെടാത്ത അകലത്തിൽ നിന്നുകൊണ്ട് മറഞ്ഞിരുന്ന് ഗൂഢാലോചന കഴിച്ച് നിന്റെ ഗമനാഗമനങ്ങളെ ശ്രദ്ധിച്ച് വരുന്നത് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. വരുന്ന റൂട്ട് യോസഫ് ഏത് വഴിയെ വരുന്നെന്ന് കണ്ടോണ്ടിരിക്കുക. അതേ അവൻ വരുന്നുണ്ട്. ചില പതിയിരിപ്പുകൾ, ചില ഒളിത്താവളങ്ങളിൽ മറഞ്ഞിരുന്നു കൊണ്ട് നിന്നെ കൊന്നുകളയുവാൻ, നിന്റെ സ്വപ്നത്തെ തകർക്കാൻ, നിന്റെ വാഗ്ദത്തം തകർക്കാൻ, നിന്റെ ഭാവി നന്മ മുടക്കാൻ അണിയറയിൽ പദ്ധതി ഒരുക്കുമ്പോൾ അടുത്തു വന്ന് സഹായിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഉണ്ട്. നീ ചോദിച്ച ദൈവമേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? ഞാൻ ഇത്രയും വലിയ ശോധനയിലൂടെ പോയിട്ടും നീ മറന്നു കളയുന്നത് എന്ത്? മറന്നു കളഞ്ഞതാണോ? നിങ്ങൾ വായിച്ചേ ലൂക്കോസ് തന്നെ 15:20 വായിച്ചേ. 15:20 എടുത്തേ മക്കളെ, എളുപ്പെടുത്തേ. ലൂക്കോസ് 15:20. ആ ആ ആ ഓ, ഇവൻ അപ്പനെ കണ്ടില്ല. നീയല്ലേ ചോദിച്ച അപ്പ നീ എന്നാ ദൂരത്ത് നിൽക്കുന്നതെന്ന്? പക്ഷെ പന്നിക്കൂട്ടിന്ന് വരുമ്പോഴേ ആര് കണ്ടു? പറയെല്ലാരും. ഓ ഹല്ലേലൂയ. അവൻ പുകഞ്ഞു കൊള്ളി പുറത്ത് എൻ്റെ നന്മയും അനുഗ്രഹങ്ങളും അവകാശങ്ങളെല്ലാം നശിപ്പിച്ചോ, വീടിന് പേര് ദോഷം വരുത്തിയോ എന്നൊന്നും പറഞ്ഞ് തമ്പുരാ അല്ലെ മാറി നിന്നല്ല. അവൻ ദൂരത്ത് നിന്ന് ആരെ കണ്ടു? ഇന്ന് രാവിലെ മടങ്ങി വരാൻ കൊതിക്കുന്നവനെ, കൃപയിലേക്ക് മടങ്ങാൻ കൊതിക്കുന്നവനെ, അപ്പൻ്റെ വീട്ടിലേക്ക് വരാൻ കൊതിക്കുന്നവനെ, ഓ യഥാസ്ഥാനപ്പെടാൻ കൊതിക്കുന്നവനെ, അനുദപിക്കാൻ മനസ്സുള്ളവനെ, ഏറ്റുപറയാൻ മനസ്സുള്ളവനെ, ദൂരത്ത് നിന്ന് കാണുന്ന ഒരപ്പൻ ഇന്ന് രാവിലെ ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. നീ എത്ര അകലെ പോയി അങ്ങ് പന്നിക്കൂട്ടിലിരുന്നാലും നിന്റെ മടങ്ങി വരവ് കൊതിക്കുന്ന ഒരപ്പൻ ഇവിടെയുണ്ട്. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ദൈവ പൈതലേ, നീ നമ്മുടെ കഷ്ടതയിൽ എല്ലാവരും ദൂരത്ത് നിൽക്കത്തുള്ളൂ. നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് ഒന്ന് വായിച്ചേ ആ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 20 മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 40-ാമത്തെ വാക്യം. 15-40. ആ, സ്ത്രീകളും ദൂരത്ത് നിന്ന് എന്താ നോക്കുന്നത്? ആണി അടിച്ചത് ഒത്തോ, കാല് ചേർത്ത് വെച്ചേക്കുന്നത് ഒത്തോ, ചോര കൃത്യമായിട്ട് ചങ്കിനകത്തുനിന്ന് ഒഴുകി ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെയാണോ?
പ്രൈസ് ദി ലോർഡ്. ഇവരാരാ? കാലേൽ പരിമളതൈലം പൂശിയ ആള്, ലാസറിനെ ഉയർപ്പിച്ചു കൊടുത്തയാള്, പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തയാള്. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ ജീവിതത്തിൽ നിരന്തരമായി അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്തവരാ. പക്ഷേ ഇപ്പോൾ തൻ്റെ കഷ്ടതയുടെ ശോധനയുടെ നടുവിൽ ഇവരാരെങ്കിലും അടുത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞ് എല്ലാവരും അകന്നോണ്ട് ഞാൻ കൂടെ കാണും. അവനെവിടെ ഉണ്ടായിരുന്നു? 26:58 വായിച്ചേ. മത്തായി. ദൂരവേ. പ്രിയരെ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. കൂടെ നിൽക്കുന്ന പലരും നിന്റെ കഷ്ടതയിൽ അടുത്ത് കാണത്തില്ല. ഏറ്റെടുക്കും കൈപൊക്കി ഒരു സ്വോത്രം. പത്രോസാകട്ടെ, സ്ത്രീകളാകട്ടെ, മറിയാകട്ടെ, ചെറിയ യാക്കോബിൻ്റെ അമ്മയാകട്ടെ, ആരായാലും അവരൊക്കെ സമയം വരുമ്പം ദൂരെ. ഹാഗാറ് പോലും കൊച്ചൻ മരിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത് ചെന്നല്ല, ഒരു കല്ലേറ് ദൂരെ. അതുകൊണ്ട് ദൈവം പറഞ്ഞ നിന്റെ കരച്ചിൽ കണ്ടെന്നല്ല, ബാലന്റെ നിലവിളി ഞാൻ കേട്ടു. എന്തുമായിരിക്കും ബാലൻ നിലവിളിച്ചേ? അമ്മയും എന്നെ പാറയെല്ലാരും. നിങ്ങൾ ചിന്തിക്കാത്ത മേഖലയിൽ ആത്മാവ് ഇടപെടുന്നേ. ഞാൻ ബാലന്റെ നിലവിളി കേട്ടെന്ന് കല്ലേറ് ദൂരെ നിൽക്കുന്ന അമ്മയോട് ദൈവം പറയാൻ കാരണം, ഈ കൊരങ്ങൻ ഏത് മരത്തിലോട്ട് ചാടിയാലും പ്രസവിച്ച കുഞ്ഞിനെ പള്ളക്കിട്ടേക്കും. അത് ഈ പള്ളക്ക് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടന്നോളൂ. എത്ര ചാടിയാലും കൊരങ്ങൻ കുഞ്ഞ് പറഞ്ഞു പോത്തില്ല. അപ്പം ഈ ഏറ്റവും സ്നേഹമുള്ളത് തള്ളക്കൊരങ്ങനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മൃഗശാസ്ത്രജ്ഞൻ ഈ തള്ളയെക്കൊരങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു വീപ്പയ്ക്കകത്ത്, വലിയ ടാങ്കിനകത്ത് ഈ കുരങ്ങനെ കൊണ്ടിട്ട് വെച്ച് വെള്ളം നിറച്ചപ്പോൾ ഈ കുരങ്ങ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടന്നു. കുഞ്ഞു മുങ്ങുന്നപ്പോൾ കുഞ്ഞിനെ പള്ളയ്ക്കൊന്നെടുത്തിട്ട് കയ്യിലിങ്ങനെ പൊക്കിപ്പിടിച്ച് വെള്ളം വന്ന് ഈ കുരങ്ങൻ്റെ മൂക്കിന് മേടി വെള്ളം കയറിയപ്പോൾ പെട്ടെന്ന് കൊച്ചിനെ താഴോട്ട് വെച്ചിട്ട് അതിന് മണ്ടയ്ക്ക് കയറുന്നു. മൂക്കി വെള്ളം കയറുന്നിടം വരെ കുരങ്ങനെ ആര് പൊക്കിപ്പിടിച്ചു? തള്ള പൊക്കിപ്പിടിച്ചു. മൂക്കി വെള്ളം കയറി ഞാൻ ചാകുമെന്ന് കണ്ടപ്പോൾ കൊച്ചിനെ താഴോട്ട് നിന്നിട്ട് അതിനെ മണ്ടക്കോട്ട് കയറി കുരങ്ങെന്ത് ചെയ്തു? ഇത്രയേ ഉള്ളൂ. സ്വോത്രം പറഞ്ഞില്ല. നിലനിൽപ്പ് പോകുമെന്ന് കണ്ടാൽ എല്ലാവരും നിന്നെ മണ്ടയ്ക്ക് കയറി നിൽക്കും. നിലനിൽപ്പ് പോകുന്നിടം വരെയുള്ളവരൊക്കെ നിനക്ക് സൈഡ്. പക്ഷെ ഒരാൾ പറഞ്ഞു, കഷ്ടങ്ങളിൽ നീ എന്നെ വിളിക്ക്, ഞാൻ നിനക്ക് ഏറ്റവും അടുത്ത തുണയാണ്. ഇന്ന് പകൽ ആരോടോ ദൈവം പറയുന്നു, ദൈവം ദൂരത്തല്ല, ദൈവം നിന്റെ സമീപത്തുണ്ട്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ. ഓ, വിശ്വസിക്കുന്നവര് മാത്രമേ രാവിലെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് യിരെമ്യാവ് 46:27 ഒന്ന് വായിച്ചേ. യിരെമ്യാവ് 46:27. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ നിന്ന് ഒരു ദൈവദാസനോട് പറഞ്ഞായിരുന്നു, ഈ വാക്യം വായിക്കുന്ന ആൻറ്റിയുടെ ഈ മൈക്ക് കൊടുക്കണം, ഞങ്ങൾക്കൂടി ഈ വാക്യം ഒന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞു. നമ്മളിവിടെ വായിക്കുന്ന വാക്യം നമ്മുടെ ഇതിനകത്തൂടെ കേൾക്കുന്നില്ല. അതുകൊണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ മൈക്ക് കൂടെ വായിക്കുന്ന നല്ലതാണ്. ഇപ്പോൾ ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. ഒരല്ലേലൂയ പറയണം. ഇപ്പൊ ഇസ്രായേൽ ചിന്നി ചിതറി ബാബിലോണിലും മിസ്രൈമിലും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പോയി. പക്ഷെ ദൈവം ഒരു ദൂത് പറയുകയാണ്, ഇസ്രായേലേ, യാക്കോബേ, നീ ഭ്രമിക്കണ്ട,
ഞാൻ നിനക്ക് ഇന്ന് പകൽ 2024 മാർച്ച് മാസം 17-ാം തീയതി പകൽ ഒരു ദൂത് പറയുന്നു. ഞാൻ ദൂരത്തു നിന്ന് നിന്നെ മടക്കി വരുത്തും. വിശ്വസിക്കുന്നവരെ സ്തുതിക്കാവൂ. നിന്റെ തലമുറയെ ഞാൻ മടക്കി വരുത്തും. തകർന്നു പോയ, അകലം വിട്ടുപോയ ചില നന്മകളെ ഇന്ന് പകൽ മടക്കി വരുത്തുന്ന ദൈവം എല്ലാം ഉണ്ടായിരുന്ന നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ, പലതും നന്മ പ്രാപിച്ച നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ, ഒരു വട്ടപൂജ്യമാക്കി മാറ്റിയ മണ്ഡലത്തിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ദൂരം വിട്ടുപോയ പലതിനെ ഞാൻ മടക്കി വരുത്തി നിന്റെ കൈകളിൽ തരുമെന്ന്. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകൽ അങ്ങനെ തന്നെ ദൈവം പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ മർക്കോസ് 5:6 ഒന്ന് വായിച്ച്. നിങ്ങൾ നോക്കിക്കുക, ഒരു ഗൗരവമുള്ള കാര്യം പറയാനാണ്. നമ്മൾ ഈ എപ്പോഴും ഞാൻ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഈ ഗദർദേശത്തെ ഭൂതഗ്രസ്തൻ. നമ്മളെല്ലാം പറയുന്നത് ഗദർദേശത്ത് നിൽക്കുമ്പോൾ യേശു അവനെ കണ്ടു, അതുകൊണ്ട് പട അക്കരയ്ക്ക് വിടാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു വാക്യം മർക്കോസ് മറക്കാതെ എഴുതി വെച്ചു, ഭൂതഗ്രസ്തൻ 6000 ഭൂതം, ഒരു ലഘിയോൻ ഭൂതം കയറിയവനെ ദൂരത്ത് നിന്ന് ആരെ കണ്ടു? യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടാൽ ഉടനെ കാക്കപ്പോയി വീണ് ആരാധിക്കണമെന്ന് ആരെ ഇവന് പറഞ്ഞു കൊടുത്ത്? ഏത് ക്ലാസ്സിലാണ് ഇവൻ അറ്റൻഡ് ചെയ്തേ? സൺഡേ സ്കൂളിലാണോ, YP-യിലാണോ, സഭായോ, എവിടെ അറ്റൻഡ് ചെയ്തിട്ട് ഇവന് ഈ കാര്യം ചെയ്യുന്നത്? നിങ്ങൾ നോക്കി, യേശുവിനെ ദൂരമേ കണ്ടു. ദൂരമേ കണ്ട 6000 ഭൂതമുള്ള ഈ ചെറുപ്പക്കാരൻ ഒറ്റ ഓട്ടമാണ്. ഇന്നലെ വരെ ഇവനെ കാണുന്നവർ ഓടുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവൻ യേശുവിനെ കണ്ടിട്ട് ഓടുക. അവൻ ഓടിച്ചെന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, മഹോന്നതനായ, ഒന്ന് ശ്രദ്ധിച്ചേ, ആരാധനയ്ക്ക് വന്നിട്ട് പരപ്രേരണ കൂടാതെ ഓടിച്ചെന്ന് അവൻ്റെ കാക്ക വീണ് രാവിലെ ആരാധിച്ച ആരെങ്കിലും ഉണ്ടോ? ഇവന് സമനില തെറ്റിക്കിടക്കുകയല്ലേ? ഇവൻ തന്നെത്താൻ കല്ലെടുത്ത് ദേഹം ഇടിച്ചു തകർക്കുകയല്ലേ? അവൻ വസ്ത്രം എടുക്കാതെ കിടക്കുകയല്ലേ? അവൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് ആരും ആ വഴിക്ക് പോത്തില്ലല്ലോ. ഇതെല്ലാം എപ്പം വരെ ഉള്ളെന്നറിയാമോ? യേശുവിനെ കാണുന്നത് വരെയുള്ളൂ. ഈ ദുശാഠ്യവും ഈ കോപവും ഈ ക്രോധവും ഈ തന്നെത്താൻ ഇടിക്കുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും എല്ലാം യേശുവിനെ കാണുന്നത് വരെയുള്ളൂ. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഒറ്റ ഓട്ടമാ. ആരാധനയ്ക്ക് വന്നിട്ട് എന്തേലും കണ്ട് ചാരും പോകല്ല. നടുവിൽ ഒരുത്തൻ നിപ്പുണ്ട്. അവൻ കൃത്യമായി പറഞ്ഞു, 2 3 എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ. ഞാൻ പാസ്റ്റർ സങ്കീർത്തനമൊക്കെ തുടങ്ങി പ്രസംഗം ക്ലൈമാക്സിലെത്തുമ്പോൾ നടുക്കോട്ട് വരാമെന്നല്ല പറഞ്ഞേ. ജെറിൻ പാട്ടുപാടി അച്ചുച്ചകോടിയിലെത്തുമ്പോൾ വരാമെന്നല്ല പറഞ്ഞേ. വന്ന ഞാൻ നടുവിലുണ്ട്. ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിച്ചേ, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെങ്കിൽ ഈ രാവിലെ നടുവിൽ വെളിപ്പെട്ട യേശുവിനെ ഒന്ന് ആഴമായിട്ട് ആരാധിക്കാൻ. ലൂക്കോസ് 17:12 വേറെ 10 പേരെ യേശുവിനെ കണ്ടു. ഒന്ന് വായിച്ചേ. അവർ കണ്ണില്ല, അവർ കണ്ണുണ്ട്, കുഷ്ഠരോഗികളാ. വായിച്ചേ 17:12. ആ ആ ആ ആ ദൂരത്ത് നിൽക്കുന്ന 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടു. ഒരല്ലേലിയെ പറഞ്ഞില്ല.
ഇവർ ദൂരത്തേക്ക് ഒരു കാരണമുണ്ട്. പ്രമാണം ഇവരെ ദൂരത്താക്കിയേക്കുക. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ഇവനെ ദൂരത്താക്കിയേക്കുക. ഇവൻ ഒരു കാരണവശാലും ആരാധനയ്ക്കായിട്ട് അടുത്തു വരാൻ യോഗ്യതയില്ല. 101% അയോഗ്യത പ്രമാണം കൽപ്പിച്ച പാളയത്തിന് പുറത്താക്കിയവൻ അവിടെ കിടന്നുകൊണ്ട് ആരെ കണ്ടു? ഇന്ന് പകൽ നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ ഒന്ന് കണ്ടേ. എന്നിട്ട് പ്രാസം ഒന്നും പറയണ്ട, ഒറ്റ വിളി, യേശു നായക. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അടിയനോട് മനസ്സലിയണമെന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ദൂരത്തു നിൽക്കുന്ന യേശു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭക്തന്റെ ചോദ്യം, യഹോവേ നീ ദൂരത്തു നിൽക്കുന്നതെന്ത്? ദൂരത്തു നിൽക്കുന്ന 10 കുഷ്ഠരോഗി ഉറക്കെ വിളിച്ചു, ദൈവമേ, യേശുവേ നായക. യേശു പറഞ്ഞു, പോകോ, പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. എന്നിട്ട് അവർ പോയി. കുഷ്ഠരോഗിക്ക് ഇവിടെ ചെല്ലാൻ പ്രമാണമില്ല, പുരോഹിതനടുക്ക ചെല്ലാൻ പ്രമാണമില്ല. പക്ഷെ യേശു പറഞ്ഞത്, പുരോഹിതനടുക്ക പോയി, എവിടെയാണോ നിനക്ക് അടുക്കാൻ സാധ്യത നിന്നെ പുറത്താക്കിയേക്കുന്നേ, പ്രമാണം നിന്നെ ഒഴിവാക്കിയത് എവിടാ, നിന്നെ ഒറ്റപ്പെടുത്തി അവിടെയൊക്കെ പോകുന്ന പോക്കിൽ അവരെന്ത് ചെയ്തു? ശുദ്ധരായി തീർന്നു. പോകുന്ന പോക്കിൽ ശുദ്ധരായി തീർന്നു. ഇന്ന് പകൽ ഞാൻ ഒരു ദൂത് പറയാം. നീ പോകുന്ന പോക്കിൽ ഒരു സൗഖ്യം, ഈ ആലയത്തിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ ഒരു വിടുതൽ, ദൂരെ നിന്ന് നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് പകൽ ഒരു വിടുതൽ. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഇന്ന് പകൽ ദൂരത്തേക്കൊന്ന് ഉയർത്തി ഒരു നിമിഷം ഈ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ദൂരെ നിന്നുകൊണ്ട് നിന്നെ വീക്ഷിക്കുന്ന, നിനക്കെന്ത് ഭവിക്കുമെന്ന് കാണാൻ കൊതിക്കുന്ന, കഴിഞ്ഞ ആഴ്ച നമ്മളത് ചിന്തിച്ചൊരു ഭാഗമാണ്. താൽക്കാലികമായി മുളച്ച ആവണക്കിൻ്റെ ചുവട്ടിയിരുന്നു കൊണ്ടൊരു പുള്ളി നോക്കുക, നിനവേക്കാർക്ക് എന്തോ ഭവിക്കുമെന്നറിയാൻ. ഇവിടെ ദൂരത്ത് നിന്ന് മിരിയാൻ നോക്കുകയാ, മോശയ്ക്ക് എന്ത് ഭവിക്കുമെന്നറിയാൻ. ഹല്ലേലൂയ. പക്ഷെ നീ ദൂരത്ത് നിന്നുകൊണ്ട് ആ മറുപടി നിൽക്കുന്ന സ്ഥലം കാണണം. നിന്റെ തലമുറയ്ക്ക് പകരം ഒരുക്കിയ മറുപടി നിൽക്കുന്ന സ്ഥലം ആത്മാവിൽ കാണണം. ദാസനും ദാസിയും കഴുതയും ഒക്കെ സ്ഥലം കാണുന്നത് വരെയുള്ളൂ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അബ്രഹാമിൻ്റെ കൂടെ വന്ന കഴുതക്കാരും ദാസന്മാരും വാഹനമൃഗങ്ങളും എല്ലാം ഭക്തൻ സ്ഥലം കാണുന്നത് വരെയുള്ളൂ. സ്ഥലം കണ്ടപ്പം പറഞ്ഞു, ഇനി ആരും എൻ്റെ കൂടെ വരണ്ട, ഇത് ഞാനും ബാലനും ദൈവവും മാത്രം ഇടപെടേണ്ട സ്ഥലമാണ്. നിന്റെ കൂടെ ഇന്ന് രാവിലെ അംഗരക്ഷകർ വല്ലതും ഉണ്ടോ? നിന്നെ അനുധാപനം ചെയ്യുന്ന ദാസീദാസന്മാരുണ്ടോ? എല്ലാത്തിനെയും താഴെ നിർത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഈ പർവ്വതത്തിലൊന്ന് കയറിക്കേ. ഹല്ലേലൂയ. ഓ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ പർവ്വതത്തിലേക്ക് നീ മകന്റെ വലം കൈ പിടിച്ചൊന്ന് ചവിട്ടി കയറിക്കേ. ഇന്ന് രാവിലെ പർവ്വതം ഇറങ്ങുന്നത് തോളത്ത് വിറകുമായിട്ടല്ല, ഓ, സന്തോഷത്തോടെ ഇറങ്ങി വരുവാൻ ഇന്ന് ദൈവം ചില മറുപടികൾ വിശ്വസിക്കുന്നവർ മാത്രം ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. ദൂരത്തു നിന്ന് വരുന്ന ചില മറുപടികൾ, ദൂരത്തു നിന്ന് വരുന്ന ചില വിടുതലുകൾ, ദൂരത്തു നിന്ന് വരുന്ന ദൈവസാന്നിധ്യത്തിന്റെ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. അടുത്തു വന്നു പോയ പുരോഹിതനെ കണ്ട് നീ വിഷമിക്കണ്ട.
തൊട്ടു പുറകെ വന്ന ലേബിനെ കണ്ട് വിഷമിക്കണ്ട. അല്പം ദൂരത്തു നിന്നൊരു ശമരിയക്കാരൻ വരുന്നുണ്ട്. അവന്റെ ലക്ഷ്യം നീയാണ്. നിന്റെ പ്രതിസന്ധിയിലേക്ക് അവൻ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. നിന്നെ താങ്ങിയെടുക്കുവാൻ അവന്റെ കരങ്ങൾ ബലമാണ്. നിന്റെ നഷ്ടപ്പെട്ട വസ്ത്രം തരാൻ അവന്റെ പൈയിൽ വസ്ത്രമുണ്ട്. നിന്റെ മുറിവിൽ പുരട്ടാൻ അവന്റെ കയ്യിൽ എണ്ണയുണ്ട്. നിന്റെ അകത്ത് പകരാൻ അവന്റെ പക്കൽ വീഞ്ഞുണ്ട്. ഓ, നിന്നെ ഒരു ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാൻ അവന്റെ കയ്യിൽ വാഹന മൃഗമുണ്ട്. ഇന്ന് രാവിലെ ലക്ഷ്യം തെറ്റി ഓടുന്ന നിന്നെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് നിന്റെ അടുക്കലേക്ക് ശമരിയക്കാരൻ അടുത്തു വരികയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തു വരുന്നവനെ ദൂരവേ അപ്പൻ കണ്ടതുപോലെ നിന്റെ യാത്ര അപ്പൻ കാണുന്നുണ്ട്. നീ ഒന്ന് വിളിച്ചേ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ. ആഴമായൊരു ദൈവകൃപ ഇന്ന് രാവിലെ ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് രാവിലെ പ്രാർത്ഥിക്കും? നീ ദൂരെ നിന്ന് വരുന്നത് കണ്ടത് മുതൽ നിന്നെ കൊന്നുകളയുവാൻ, നിന്റെ അപ്പൻ ധരിപ്പിച്ച വസ്ത്രം അഴിച്ചു മാറ്റുവാൻ, നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറ്റി വലിച്ചെറിയാൻ ഒക്കെ ചില ഗൂഢാലോചന നടക്കുന്നുണ്ട്. പേടിക്കണ്ട. അയച്ചത് അപ്പനാണോ? നിന്റെ തലയിൽ അപ്പൻ തന്നയച്ചത് അപ്പനാണോ? ആ അപ്പൻ നിന്നെ കരുതിക്കൊള്ളും. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ, ആരും മൗനമായിരിക്കാതെ. ഇന്ന് പകൽ നീ അപ്പൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചേ, എന്താ ദൂരത്ത് നിൽക്കുന്നത്? എന്നെ കാണാതെ മറഞ്ഞു കളയുന്നത് എന്താ? മറയത്തില്ല, മറയത്തില്ല. ഹല്ലേലൂയ. അവൻ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായിച്ച് കേൾക്കുകയും ചെയ്യുന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടി? ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനിയും ഭയപ്പെടുത്താതിരിപ്പാൻ. സ്തോത്രം പറയണം. നിന്റെ ദൈവം എന്തിനാണ് നിന്റെ അപേക്ഷ കേട്ടത്? ഇതുവരെ നിന്നെ ഭയപ്പെടുത്തി ചില പോരുകൾ. ഓ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു സ്കാനിങ്ങിൽ പറയുകയാണ്, ഹാർട്ടിന് 8 ബ്ലോക്ക് ഉണ്ട്. 8 ബ്ലോക്ക് ഉണ്ട്. അടിയന്തരമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അത് വിജയിച്ചില്ലെങ്കിൽ അടിയന്തരമായിട്ട് ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യണം. വീണ്ടും സ്കാൻ ചെയ്തു. സ്കാനിങ് വന്നപ്പോൾ 8 എന്നുള്ളത് 2ആയി, 6 ഇറങ്ങിപ്പോയെന്ന് അവർ തന്നെ പറയുകയാണ്. എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്നാ? ഡോക്ടർമാർ അന്തം വിട്ട് നിൽക്കുക. ഇന്ന് ദൈവത്തിൻ്റെ പൈതലേ, ഇവിടെ ഭക്തൻ പറയുകയാണ്, ഭൂമിയിൽ നിന്നുള്ള മർത്യൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് ഭയപ്പെടുത്താതിരിക്കാൻ. അത് ലുക്കേമിയായ, അത് കാൻസറാ, അത് ബ്ലോക്കാ, അത് ട്യൂമറാ എന്നൊക്കെ പറഞ്ഞ്, അത് സോഡിയം കുറഞ്ഞതാ, അത് വിറ്റാമിൻ ഡി താണതാ, അത് വലിയ അപകടകരമായ കാൻസറാ എന്നൊക്കെ പറഞ്ഞ് ഭൂമിയിലെ മർത്യൻ നിന്നെ ഭയപ്പെടാതിരിപ്പാൻ. ഓ, വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. മർത്യൻ ഇനിയും നിന്നെ ഭയപ്പെടുത്താതിരിപ്പാൻ. സാധുക്കളുടെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാധുക്കളുടെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. ഇന്ന് പകൽ നാളുകളായി കേട്ടില്ലെന്ന് വിചാരിച്ച ചില അപേക്ഷകൾ ദൈവം കേട്ടിരിക്കുകയാ. മറുപടി നിന്റെ കയ്യിൽ തന്നിരിക്കുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഇന്ന് രാവിലെ സ്തുതിച്ച് ചില വിടുതലുകൾ, ചില മറുപടികൾ. ഓ, യേശുവിന്റെ നാമത്തിൽ നടത്തിയ വഴികളെയോ തീടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ നടത്തിയ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. ഓ,
സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഓ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ആമേൻ. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഓ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഓ സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ആമേൻ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഓ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഓ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഓ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും.
വിഷയത്തിന് മുമ്പിൽ മറുപടി തരുന്ന ദൈവം ദൂരെയല്ല, അവൻ നിന്റെ സമീപത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നല്ല കർത്താവേ, നാളുകളായി അകന്നു നിൽക്കുന്നു എന്ന് ദാവീദിന് പോലും തോന്നിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളുടെ ഏറ്റവും സമീപത്തുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദീർഘനിശ്വാസങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന ഏറ്റവും സമീപത്തുള്ള അപ്പ, ആ കരുതലിൻ്റെ കരം, ആ സൗഖ്യമാക്കുന്ന കരം, ആ വിടുവിക്കുന്ന കരം, ഹോ, ശത്രുക്കൾ മുമ്പാകെ വിരുന്നൊരുക്കുന്ന ആ കരം, ഞങ്ങളുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആ കരം, ഓ ഹല്ലേലൂയ. നിന്റെ ജനത്തെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇതൊരു അത്ഭുതത്തിന്റെ പകലാക്കി മാറ്റണം. ഇവിടെയും ലൈവിലും വചനം കേട്ടവരിൽ ഈ വചനത്തിന്റെ ശക്തി നിവർത്തിക്കപ്പെട്ട മറുപടികൾ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകൾക്ക് ഭാഗ്യം തരണം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കും.